നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, അവിടുത്തെ പേരിന്റെ ബഹുമാനം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബത്ത് വെച്ചിട്ട് ആ തൗറാത്തിൽ കണ്ട പേര് ചുംബിച്ച് ഞാൻ എൻ്റെ തലയിൽ ബഹുമാനിച്ചുകൊണ്ട് ചെയ്തപ്പോൾ അതിൻ്റെ പേരിലാണ് റബ്ബ് തആല എൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളെല്ലാം മാഫാക്കി പരിഹരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് റബ്ബ് തആല ആഖിറത്തിൽ എനിക്ക് ഈ പദവിയും സ്ഥാനവും തന്നിട്ടുള്ളത്. ഔലിയാക്കളോടുള്ള മഹബ്ബ, ആ മഹബ്ബത്ത് നമ്മൾ നിലനിർത്തണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ നൂറ്, അതാണ് ഔലിയാക്കളിലൂടെ ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ ശൈഖുന ഷിയം വലിയുല്ലാഹി തങ്ങളെ കുറിച്ച് നമ്മൾ നല്ലോണം പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ക് വർദ്ധിക്കും. നമ്മുടെ ഖൽബിൽ ആ മഹബത്ത് അതിങ്ങനെ തേട്ടി തേട്ടി വന്നുകൊണ്ടിരിക്കും. അതൊരു ലോകമായിരുന്നു. ഞാൻ കണ്ടു കിതാബിൽ, നമ്മളൊക്കെ കണ്ടു കിതാബുകളിൽ, നമ്മളൊക്കെ കേട്ടു ഒരുപാട് മജ്ലിസുകളിൽ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ സംഭവം പറഞ്ഞല്ലോ നമ്മൾ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇബാദത്ത് കുറവുള്ള ഒരാൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അത്ര വലിയ നല്ല മനുഷ്യനല്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ചില അബദ്ധങ്ങളും അപാകതകളും പാകപ്പഴവുകളും ഒക്കെ സംഭവിച്ചിട്ടുള്ള ആള്. അദ്ദേഹം മരണപ്പെട്ടപ്പോ സുബ്ഹാനല്ലാഹ്, മഹാനിങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ കാണുകയാണ് ആളുകൾ ഉറക്കത്തില്, മനാമിൽ ഇങ്ങനെ കാണുകയാണ്. മനാമിൽ കാണുമ്പോൾ അദ്ദേഹം സ്വർഗീയമായ ജീവിതത്തിൽ, ആനന്ദകരമായ ജീവിതത്തിലാണ് ഈ മനുഷ്യനുള്ളത്. ആളുകൾക്കിടയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരൻ എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ധാരാളം പഴവുകൾ, അബദ്ധങ്ങൾ, പാളിച്ചകൾ, ന്യൂനതകൾ സംഭവിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ മുപ്പര നാട്ടുകാരും കുടുംബക്കാരും സ്നേഹിതന്മാരും ഒക്കെ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം ഉന്നതമായ ഒരു ദറജയിലെത്തിയ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ച അവസ്ഥയിലാണ്. മഹാനോട് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ടാണ് ഇത്രയും ഉന്നതമായ പദവിയിലേക്ക് മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ എത്താൻ കാരണം? കാരണം ഇദ്ദേഹം ലം യഅമൽ ഖൈറൻ ഖത്തു, ജീവിതത്തിൽ തീരെ ഖൈറായ കാര്യം ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണ്. ഗുണകരമായ പ്രവർത്തനം ജീവിതത്തിൽ വരാത്ത ആളാണ്. ആ മനുഷ്യനാണ് മരണപ്പെട്ടപ്പോൾ ഉന്നതമായ അവസ്ഥ, പ്രശംസിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടുന്ന അവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഫറുഇയ ഫിൽ മനാമി ഫി അഹ്സനി ഹാലിൽ, ഏറ്റവും നല്ല അവസ്ഥയിൽ അദ്ദേഹത്തെ കാണപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്തേ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ കാരണം? അപ്പോൾ മഹാൻ പറയുന്നത്, ഞാനൊരു ദിവസം മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള സംഭവമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ആളാണ്, വ്യക്തിയാണ്. ഞാനൊരു ദിവസം തൗറാത്ത് മറിച്ചപ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇറക്കി കൊടുത്ത കിതാബാണ് തൗറാത്ത്. ആ തൗറാത്ത് എന്ന കിതാബ് ഞാൻ മറിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് അതിൽ കണ്ടു, ഫതഹ്തു തൗറാത്ത ദാത യൗമിൻ ഫവജദ്തു ഫീഹാ, ഞാൻ ആ തൗറാത്തിൽ സിഫത്ത് ഹബീബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ വിശേഷണങ്ങൾ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹ്മൂദത്തായ ഔസാഫുകൾ ഞാൻ തൗറാത്തിൽ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടില്ലല്ലോ. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കുക പോലും ചെയ്തിട്ടില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്തുള്ള സംഭവം അല്ലേ ഇത്? തൗറാത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം ഔസാഫുകളുണ്ട്, സിഫാത്തുകളുണ്ട്. അതുകൊണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിശേഷണം ഞാൻ കണ്ടപ്പോൾ തൗറാത്തെടുത്തിട്ട് ഫഖബ്ബൽതു, ഞാൻ ചുംബിച്ചു. ഇസ്മഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, ആ പേര് ഞാൻ എൻ്റെ മുഖം കൊണ്ട് ചുണ്ടുകൊണ്ട് ഞാൻ ചുംബിച്ചു. മാത്രമല്ല വവളഅതു അലാ റഅസി, അത് ഞാൻ എൻ്റെ തലയുടെ മുകളിൽ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, അവിടുത്തെ പേരിൻ്റെ ബഹുമാനം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബത്ത് വെച്ചിട്ട് ആ തൗറാത്തിൽ കണ്ട പേര് ചുംബിച്ച് ഞാൻ എൻ്റെ തലയിൽ ബഹുമാനിച്ചുകൊണ്ട് ചെയ്തപ്പോൾ അതിൻ്റെ പേരിലാണ് റബ്ബ് തആല എൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളെല്ലാം മാഫാക്കി പരിഹരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് റബ്ബ് തആല ആഖിറത്തിൽ എനിക്ക് ഈ പദവിയും സ്ഥാനവും തന്നിട്ടുള്ളത്. കണ്ടില്ലേ, മഹാന്മാരോടുള്ള ബഹുമാനം കൊണ്ട് ലഭിക്കുന്നത്, അല്ല ബഹുമാനിച്ച ആളുകളെ ബഹുമാനിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത്, ബഹുമാനിക്കപ്പെട്ട വസ്തുക്കളെ ബഹുമാനിക്കുമ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുക, അത് ഔലിയാഇന്റെ മഹബത്തിന്റെ ഭാഗമാണ്. ആ മഹബത്തുണ്ടാകുമ്പോഴാണ് ഔലിയാക്കളോട് മഹബത്തുണ്ടാകുന്നത്.